അതിൻ്റെ ആദ്യ ബിരുദദാന സമ്മേളനം നടക്കുന്നു. ആ ബിരുദത്തിൽ ഇത് സമസ്തയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്, അതിൽ പഠിച്ചിറങ്ങിയവരാണ് എന്ന് ആ ബിരുദത്തിൽ മെൻഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ ശക്തമായി അത് രേഖാമൂലം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ചില സാഹചര്യങ്ങളുണ്ടായി, ചെയ്തിട്ട് പോലും അദ്ദേഹം അതിന് വിസമ്മതിച്ചു. ഈ വാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പല ആരോപണങ്ങളിൽ വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പരാമർശിക്കപ്പെടാത്ത, ഈ കത്തിടപാടുകൾ പരാമർശിക്കപ്പെടാത്ത, അത് തഹ്ത ഇഷ്റാഫി ജമിയത്തുൽ ഉലമ എന്ന് ചേർക്കാഞ്ഞത് എന്ത് എന്ന ഒരു പരാമർശമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ 11 കത്തിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിലൊന്നിൽ പോലും സമസ്ത അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലം സത്യത്തിൽ ഇത് സമസ്തയുടെ കീഴിലാക്കണം എന്ന അഭിപ്രായത്തിന് തുറന്നുണ്ടായ ചർച്ചയല്ല. അത് വളാഞ്ചേരി മർക്കസിൻ്റെ കമ്മിറ്റി വിളിച്ചു ചേർത്ത അഭിവന്ദനായ മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ നവറല്ലാഹു മർഖദ, നമ്മുടെ നായകൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തെ സ്വർഗീയമാക്കി കൊടുക്കട്ടെ, ആഖിറത്തിലെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളുടെ വീട്ടിൽ വെച്ച് നടന്ന ചർച്ച. ആ ചർച്ചയിൽ ആദ്യത്തെ ആശയം ഇത് മർക്കസിൽ നിന്നുണ്ടായതാണ്. ഈ സ്ഥാപനം അഥവാ വാഫി മർക്കസിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് വാഫിയിലെ എല്ലാ അംഗസ്ഥാപനങ്ങളും മർക്കസിൻ്റെ കീഴിൽ വരേണ്ടതാണ്. അതിൽ പങ്കെടുത്തപ്പോൾ കാവനൂർ കോളേജിൻ്റെ ആളുകളുണ്ട്, റഷീദിയ അറബി കോളേജിൻ്റെ ആളുകളുണ്ട്, നുസ്രത്തിൻ്റെ ആളുകളുണ്ട്. അങ്ങനെ അന്നത്തെ പ്രമുഖമായ സ്ഥാപനങ്ങളുടെ ആളുകളെയൊക്കെ അന്നതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ കൂടി പറഞ്ഞത് ഇത് തഹ്ത ഇഷ്റാഫി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് നിങ്ങളുടെ അഥവാ വാഫിയുടെ സർട്ടിഫിക്കറ്റിൽ എഴുതി ചേർക്കണം എന്നായിരുന്നു. സ്വാഭാവികമായിട്ടും അംഗസ്ഥാപനങ്ങൾ പറഞ്ഞു. അഥവാ ഉദാഹരണത്തിന് കാവനൂർ മജ്മഅ്, ഞങ്ങൾ സ്വതന്ത്രമായൊരു സ്ഥാപനമാണ്, ഞങ്ങൾ മർക്കസിൻ്റെ കീഴിലല്ലല്ലോ, പിന്നെ എങ്ങനെ എഴുതി ചേർക്കാൻ പറ്റും? നിസാമി ഉസ്താദ് അവർ പറഞ്ഞു, റഷീദിയ അറബി കോളേജ് സ്വതന്ത്രമായൊരു സ്ഥാപനമാണ്, അതെങ്ങനെ മർക്കസിൻ്റെ കീഴിലാകും? അതുകൊണ്ട് അത് എഴുതി ചേർക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ എല്ലാവരും ഏകസ്വരത്തിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴുണ്ട്, എന്നാ പിന്നെ നമുക്ക് സമസ്തൻ്റെ കീഴിലാക്കാം. അങ്ങനെയാണോ സമസ്തൻ്റെ കീഴിലാക്കേണ്ടത്? ഓൻ കൊടുക്ക് എന്നാ എനിക്കെങ്കിലും കൊടുക്ക്, അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? അല്ലല്ലോ. ഒരു നിഷ്കളങ്കമായ വിചാരത്തിൽ നിന്നുണ്ടായിട്ടുള്ളതല്ല അത്. കേരളത്തിലെ നമ്മുടെ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന അഥവാ സമസ്തയുടെ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിലും അങ്ങനെ ചെയ്യുന്നില്ല. അവരുടെ സർട്ടിഫിക്കറ്റുകളിൽ ഇത് സമസ്തയുടെ കീഴിലാണ് എന്ന് ഒരു സ്ഥാപനവും പരാമർശിക്കുന്നില്ല. എൻ്റെ അടുത്ത് ഞാൻ അത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഏതാനും സർട്ടിഫിക്കറ്റുകൾ ഞാൻ ലഭ്യമാക്കുകയുണ്ടായി. എൻ്റെ കയ്യിലുള്ളത് ഒന്ന് യമാനിയുടെ സർട്ടിഫിക്കറ്റാണ്. അഭിവന്ദനായ സമസ്തയുടെ പ്രസിഡൻ്റാണ് അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ളത്. അതിൽ തഹ്ത ഇഷ്റാഫി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നില്ല. ദാരിമി സർട്ടിഫിക്കറ്റിൽ അഭിവന്ദനായ സമസ്തയുടെ മുഷാവറ മെമ്പർ അതിൻ്റെ അജയ്യനായിട്ടുള്ള നായകനായിട്ട് ഉണ്ട്, AV ഉസ്താദ് അവറുകൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റിലും ഈ പറയുന്ന പരാമർശമില്ല. പിന്നെയുള്ളത് കുല്യത്തുർ റഹ്മാനിയൽ അറബിയാണ്. അതിൽ ഷഹാദത്തുൽ ഫളീല എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കുന്നു, അഥവാ റഹ്മാനി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അഭിവന്ദനായ MT ഉസ്താദിൻ്റെ സ്ഥാപനമാണ്. അതിലും സമസ്തയുടെ കീഴിലാണ് ഈ സ്ഥാപനമെന്ന് സർട്ടിഫിക്കറ്റിൽ പരാമർശമില്ല. പിന്നെയുള്ളത് അൻവാറുൽ ഹുദയാണ്. അത് ജൂനിയർ ശരീഅത്ത് കോളേജാണ്. എൻ്റെ കയ്യിൽ ലഭിച്ചത് മാത്രം പറയുകയാണ്. അതിലും പരാമർശിക്കുന്നില്ല. പിന്നെ ഈ സർട്ടിഫിക്കറ്റിൽ അത് വേണമെന്ന വാദത്തിന് പശ്ചാത്തലം ഒരുങ്ങിയത് ഒരു പക്ഷേ ആതിരശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ അവറുകളുടെ വാദഗതിയെ തുടർന്നായിരിക്കണം. അദ്ദേഹം പ്രിൻസിപ്പളായിട്ടുള്ള സ്ഥാപനമാണ് അൻവരിയ പൊട്ടച്ചിറ. അവിടുത്തെ സർട്ടിഫിക്കറ്റിലും ആ വിഷയം ഇല്ല, തഹ്ത ഇഷ്റാഫി ഇല്ല. നമ്മുടെ ദാറുൽ നമ്മുടെ അഭിമാനമായ സ്ഥാപനം, അവിടുത്തെ സർട്ടിഫിക്കറ്റിലും ഇല്ല. സമസ്ത നേരിട്ട് അഥവാ SMF നടത്തുന്ന പ്രസ്ഥാനമായിരിക്കെ അവിടെയും അത് പരാമർശിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നത് കേട്ടല്ലോ നമ്മൾ, സമസ്തയുടെ കീഴിലെന്ന് പറയാൻ നമുക്കെല്ലാം അഭിമാനമല്ലേ, പിന്നെ എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്കൊന്നും ഈ അഭിമാനബോധം ഇല്ലാഞ്ഞിട്ടാണോ? അത് ആവശ്യമില്ലാത്തൊരു ഘടകമായതുകൊണ്ടാണ്.